السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഇസ്ലാമിക് ജീവിതം എന്ന വിഷയത്തെ കുറിച്ചാണ്. മനുഷ്യന്റെ ജീവിതം ഈ ലോകത്തെ ഒരു ചെറിയ യാത്ര മാത്രമാണ്. എന്നാൽ ആ യാത്ര എങ്ങനെ സഞ്ചരിക്കുന്നു എന്നതാണ് ജന്മാന്തത്തിലെ വിജയം നിർണ്ണയിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം നമ്മെ കൃത്യമായ ജീവിത ദർശനം പഠിപ്പിക്കുന്നത്. ഇസ്ലാമിക് ജീവിതം എന്നത് മതപരമായ ക്രിയകൾക്ക് മാത്രം ഒതുങ്ങുന്ന ജീവിത ശൈലിയല്ല, മറിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രകാശിക്കുന്ന സമ്പൂർണ്ണ മാർഗനിർദ്ദേശമാണ്. ഇതൊക്കെ കൊണ്ടാണ് ഇസ്ലാം മറ്റു മതങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കപ്പെടുന്നത്. ഇസ്ലാമിക് ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ് ഒന്നാമത്തേതായിട്ടുള്ള തൗഹീദ്, അതായത് നമ്മെ സൃഷ്ടിച്ച റബ്ബിനോട് മാത്രം ആരാധിക്കുക. തൗഹീദ് ഉൾക്കൊണ്ടുള്ള ജീവിതം ഒരു മനുഷ്യനെ എല്ലാവിധ അഹങ്കാരത്തിൽ നിന്നും ഭയത്തിൽ നിന്നും ആശയങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു. അടുത്തതായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിന് പ്രകാശം നൽകുന്നു. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ദൂതനിൽ ഏറ്റവും നല്ല മാതൃകയുണ്ട്. ഇസ്ലാമിക് ജീവിതത്തിന്റെ ഭംഗി നമുക്ക് കാണാൻ സാധിക്കുന്നത് നബിയുടെ ജീവിതത്തിൽ നിന്നുമാണ്. നമ്മൾ ഭക്ഷിക്കുന്നതും നാം സംസാരിക്കുന്നതും നാം നടക്കുന്നതും നമ്മുടെ ബന്ധങ്ങൾ പുലർത്തുന്നതും നമ്മുടെ ആരാധനയിൽ സമൂഹത്തിൽ ഇടപഴകുന്ന രീതി, നമ്മുടെ വ്യാപാരത്തിൽ എല്ലാത്തിലും നാം നബിയുടെ സുന്നത്തനുസരിച്ച് ചെയ്താൽ ജീവിതം തന്നെ ഇബാദത്താകുന്നു. അതുപോലെയാണ് നല്ല സ്വഭാവം എന്നത് ഇസ്ലാമിന്റെ ഹൃദയമാണ്. നമ്മുടെ ദൈനംദിനം ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല സ്വഭാവം എന്നതാണ്. മനുഷ്യരെ, എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല സ്വഭാവമുള്ളവരാണെന്ന് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ദരിദ്രരെ സഹായിക്കുക, അനാഥരെ സംരക്ഷിക്കുക, അയൽക്കാരോട് സ്നേഹത്തിൽ പെരുമാറുക, ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് ഇസ്ലാം പറഞ്ഞു. ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ലാ യർഹം ലാ യുർഹം. മറ്റുള്ളവർക്ക് കരുണ കാണിക്കാത്തവർക്ക് അല്ലാഹു കരുണ കാണിക്കുകയില്ല. ഇസ്ലാമിക് ജീവിതത്തിൽ ആരാധനകൾക്ക് പ്രധാന സ്ഥാനമുണ്ട്. എന്നാൽ ആരാധനയുടെ യഥാർത്ഥ ഫലം മനുഷ്യന്റെ സ്വഭാവത്തിൽ പ്രതിഫലിക്കണം. കോപം, കള്ളം, ചതി, ദേഷ്യം തുടങ്ങിയ ദുശീല സ്വഭാവങ്ങൾക്ക് ഇസ്ലാമിക് ജീവിതത്തിൽ സ്ഥാനമില്ല. ഇസ്ലാമിക് ജീവിതം എന്നത് ഇസ്ലാമിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും നടപ്പാക്കി ജീവിക്കുമ്പോൾ ഈ ലോകത്തും അന്ത്യലോകത്തും വിജയം നേടാൻ സാധിക്കും. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് യാ മുഖല്ലിബിൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ഈ പ്രാർത്ഥന നമ്മൾ എപ്പോഴും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. ദീനിനെ കൂടുതൽ അറിയാനും അവ ജീവിതത്തിൽ പകർത്താനും നാം ശ്രമിക്കണം. അല്ലാഹു നമ്മെ യഥാർത്ഥ ഇസ്ലാമിക് ജീവിതം നയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവിടെ നിർത്തുന്നു. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.